മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന വൃദ്ധമാതാവിനെ മകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ചുട്ടുകൊന്നു. മൃതദേഹം വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം അയൽവാസിയും ബന്ധുവുമായ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോർക്കാടി നെല്ലിക്കയിലെ പരേതനായ ലൂയിസ് മേത്താരയുടെ ഭാര്യ 60 വയസ്സുള്ള ഹിൽഡ മേത്താരയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ 30 വയസ്സുള്ള ലളിതയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മകൻ മെൽവിൻ മെത്താരയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം പുറത്തറിഞ്ഞത്. ವೋರ್ಕಾಡಿ ಪಂಚಾಯತಿನ 15ನೇ ವಾರ್ಡಿನಲ್ಲಿ ದೊಡ್ಡ ಒಂದು ದುರಂತವಾಗಿರುತ್ತದೆ ನೋಡಿದ್ರೆ. 1 ಗಂಟೆ ರಾತ್ರಿ ಸ್ವಂತ ತಾಯಿಯನ್ನೇ ಬೆಂಕಿ ಕೊಟ್ಟು ಕೊಂದಾಕಿ ಆ ಕಡೆ ಮನೆಯಲ್ಲಿರುವಂಥ ಒಂದು ಹೆಂಗಸನ್ನು ಸಹ ಬೆಂಕಿ ಹಾಕಿದಂತಹ ಒಂದು ದುರಂತ ನಮ್ಮ ವೋರ್ಕಾಡಿ ಪಂಚಾಯತಿನ 15 ವಾರ್ಡ್ಗಳಲ್ಲಿ ದೊಡ್ಡ ಒಂದು ದುರಂತವಾಗಿರುತ್ತದೆ. ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದ ರೀತಿಯಲ್ಲೇ ಆಗಿದೆ. ಬೆಳಿಗ್ಗೆ ಆಗುವಾಗ ಆ ಕಡೆ ಮನೆಯವರು ಬಂದು ಈ ಥರ ಬೊಬ್ಬೆ ಹೊಡೆದು ಆದಾಗಲೇ ಅದು ಗೊತ್ತಾಯಿತು. ಏಕೆಂದರೆ ಇಂಥ ಒಂದು ದುರಂತ ಬರಲಿಕ್ಕೆ ಕಾರಣ ಅದು ಈ ಊರಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಒಂದು ಏನು ಹೇಳ್ತಾರೆ ಕಂಜಾವು MDM ಈ ಥರ ಇರುವಂತಹ ಇದು ಮಾಡಿ ಇವನು ಮಾಡಿದ್ದಾನೆ ಅಂತ ಹೇಳುವುದಕ್ಕೆ ಒಂದು ಸಂಶಯ ಇದೆ. ಇದು ಕರೆಕ್ಟಾಗಿ ಅವನು ಇದು ಮಾಡಲಿಕ್ಕೆ ಕಾರಣ ಏನಂದರೆ ಇದರ ಕಾರಣ ಮಯಕಮರು, ಮಲಯಾಳದಲ್ಲಿ ಹೇಳೋದ್ರೆ ಮಯಕಮರು ಆ ಥರ ಇರುವಂಥ ಕಂಜಾವು MDM ಅವರಿಂದ ಈ ಥರ ಮಾಡಿದ್ದಾನೆ ಅಂತ ಊರವರು ಸಹ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಇದಕ್ಕೆ ಈಗ ಪೊಲೀಸ್ನವ್ರು ಬಂದಿದ್ದಾರೆ, ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ನಡೆಯುತ್ತಾ ಇದೆ. ಆದರೂ ಅವರನ್ನು ನೋಡುವಾಗ ಸುಟ್ಟು ಒಂದು ಮರದ ತುಂಡು ಥರ ಮಾಡಿದ್ದಾನೆ, ಸುಟ್ಟು ಹಾಕಿ ಮರದ ತುಂಡು ಥರ ಮಾಡಿದ್ದಾನೆ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസം ഉണ്ടായിരുന്നത്. മറ്റൊരു മകൻ അൽവിൻ മെത്താര ഗൾഫിലാണ്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മാതാവ് ഹിൽഡ. ഇതിനിടയിൽ മകൻ മാതാവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനു ശേഷം മൃതദേഹം വീട്ടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ബന്ധുവായ ലളിതയെ മെൽവിൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിനകത്ത് കയറിയ ഉടൻ ലളിതയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മെൽവിൻ വീട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. ലളിതയുടെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇയാൾ ബസ്സിൽ കയറി ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് പോയത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.